ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു കുട്ടി ഡ്രൈവിംഗ് പഠിച്ചു പോവുകയാണ്. എന്നാ ടെസ്റ്റ്? ഈ മാസം? ഓക്കെ, ഈ മാസമാണ് ടെസ്റ്റ്. മാഷിപ്പുറത്തിരിപ്പുണ്ട്. മാഷ് ഇതാ കാലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ക്ലച്ചിലും ബ്രേക്കിലും മാഷിൻ്റെ കാലില്ല. കുട്ടിയാണ് ഫുൾ കൺട്രോൾ ചെയ്ത് പോകുന്നതാണ്. അത്യാവശ്യം രാവിലെ തിരക്കുള്ളൊരു റോഡാണ്. ഇത്രയും ഭംഗിയായിട്ട് ഓടിക്കുന്ന ഒരാളിനെയാണ് ടെസ്റ്റിന് കയറ്റുന്നത്. സ്റ്റിയറിങ് ഫുള്ളും ഓടിക്കുന്ന ആളുടെ കൺട്രോളിലാണ്. ഒരു തേരിയൊക്കെ ഉണ്ട്. തേരിയൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഒരു കുഴിയുണ്ടായിരുന്നു, കുഴിയെല്ലാം വെട്ടിച്ച് കൊണ്ടുപോയി. ചെറിയ ഒരു വളവ് വന്നു. അന്നേരം ആ വളവും സ്ലോ ചെയ്താണ് പോകുന്നത്. വീഡിയോ കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും എത്ര ദൂരമാണ് വണ്ടി ഓടിച്ചു പോകുന്നതെന്നുള്ളത്. മാഷിൻ്റെ കൈ സ്റ്റിയറിലിങ്ങോട്ട് പോയിട്ടേയില്ല, ഒന്നും പറഞ്ഞും കൊടുക്കുന്നില്ല. മാഷ് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. കുട്ടി തന്നെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. അവിടെ നിന്നൊരു ജംഗ്ഷൻ വന്നപ്പോഴത്തേക്കും ഒരു വണ്ടി 2 വീലർ ക്രോസ് ചെയ്ത് വരാൻ പോയി. അപ്പോൾ കറക്റ്റ് ടൈമിന് ഹോൺ അടിച്ചു. അടുത്ത വണ്ടി പോയി, പാസ് ചെയ്ത് പോയി. അവിടെ ഒരു കട്ടർ ഉണ്ടായിരുന്നു. അപ്പം അത് ഒടിച്ചു പോയതാണ്. ഒരുപാട് ദൂരോട്ട് റോഡിലായി വളവായിട്ട് ഒഴിവാക്കി പോയി. അതിൽ പതിയെ ഗിയർ ചേഞ്ച് ചെയ്ത് ഇറങ്ങി പോവുകയും നമ്മളിങ്ങനെ വെട്ടിച്ച് പോകുന്നത്. ഇപ്പോൾ പോകുന്നത് 3rd ഗിയറിലാണ്. ആ 3rd ഗിയറിൻ്റെ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഈ ഓടിച്ചു പോകുന്ന ഒരാൾ എച്ച് കാറിൻ്റെ റോഡ് ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് റോഡ് ഓടിച്ചു പോവാം. സ്വന്തമായിട്ട് ആരും സഹായം ഇല്ലാണ്ട് തന്നെ ഈ ഒരു ബാലൻസ് വെച്ച് തന്നെ റോഡ് പഠിച്ചു പോവാം. അത്രയും നല്ല ക്ലാസ്സും പ്രാക്ടീസുമാണ് കൊടുക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, ലൈവായിട്ട് കാണുന്ന വീഡിയോയാണ്. ഒരു വട്ടം പോലും സ്റ്റിയറിങ്ങിലോട്ട് മാഷിൻ്റെ കൈ പോയിട്ടില്ല. അന്നേരം ഇദ്ദേഹത്തിന് പാസ്സായി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ തനിയെ വണ്ടി ഇതുപോലെ റോഡ് ബാലൻസ് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. ആ 3rd അതേ സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. സ്പീഡ് കുറഞ്ഞു. അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്തു. അത്യാവശ്യം തിരക്കുള്ള റോഡ് തന്നെയാണ്. അതായത് സൈഡിൽ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു.
ഗിയർ ചേഞ്ച് ചെയ്തു. കട്ടറുണ്ട്, കുഴിയുള്ളത് കൊണ്ടാണ് ഒന്ന് പോയത്, കുഴി മാറ്റിക്കൊണ്ടുപോയത്. ഇപ്പോൾ കാറ് പഠിക്കാൻ ആർക്കും പേടി വേണ്ട. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഓടിച്ചു പോവാം. പറയാണ്ട് തന്നെ ഗിയറെല്ലാം ചേഞ്ച് ചെയ്തു. ഇനി വേണ്ട, ആ ഫ്രണ്ടിലുള്ള ഓട്ടോ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ അത് നിർത്താനാണെന്ന് മനസ്സിലാക്കി ഇതാണ്ട ലോറി വന്നു. അവിടെ നിന്നെല്ലാം വളർന്നു. സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. വളവെല്ലാം സെക്കൻഡ് ഗിയറിലാണ് പോയത്. വളവുള്ളത് കൊണ്ടാണ് സെക്കൻഡ് ഗിയറിൽ പോകുന്നത്. അപ്പോൾ ഗിയർ പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ ഗിയർ ചേഞ്ച് ചെയ്യാനും, ഫ്രണ്ടിലൊരു വണ്ടി കിടക്കുന്നതിനെ ആ വണ്ടിയിൽ തട്ടാതെ മറികടക്കാനും വേണ്ടോ, എല്ലാം നല്ല കറക്റ്റായി ചെയ്തു പോകുന്നില്ലേ. അതെല്ലാം കഴിഞ്ഞ് റോഡ് ക്ലിയറായി. അടുത്തത് തേർഡ് ഗിയർ ഇട്ടു. സെക്കൻഡിൽ നിന്നും തേർഡിലോട്ട് പോയി. അടുത്തത് ഒരു കുഞ്ഞു പോകുന്നുണ്ട് കണ്ടോ, സൈക്കിളിൽ. അപ്പോൾ അവനെയും ഇതാണ്ടോ സൈഡിൽ കൂടി ഒഴിവാക്കി വണ്ടി മുന്നോട്ട് പോയി. ഇനി ഈ കുട്ടി ടെസ്റ്റിന് കയറിയാൽ പാസ്സാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും പെർഫെക്ഷനായിട്ടാണ് റോഡ് പ്രാക്ടീസ് കൊടുത്തു വിടുന്നത്. എത്ര ദൂരം ഉണ്ടെന്നും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ദൂരം വരെയാണ് പഠിപ്പിച്ചു പോകുന്നതെന്നും. അടുത്തതാ ഒരു തേരിയുണ്ട്. തേർഡ് ഗിയറിലാണ് പോകുന്നത് തേരി. അപ്പോൾ താണ്ടോ വളവെല്ലാം വളച്ചു. തനിയെ പുള്ളിക്കാരി വളച്ച് എല്ലാം ഇതാ കൊണ്ടുപോകുന്നു. ആരും പിടിച്ചിട്ടില്ല, സ്റ്റിയറിങ്ങിലൊന്നും മാഷിൻ്റെ കൈ പോയിട്ടില്ല. ഇതാ ഇത്രയും ക്ലിയറാക്കിയാണ് നമ്മൾ ടെസ്റ്റിന് കൊണ്ട് കയറ്റുന്നത്. അപ്പം നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാർ പറഞ്ഞതുപോലെ നമ്മൾ അത്രയും ഭംഗിയായി പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടി സൂപ്പറായിട്ട് ഏത് വണ്ടി കയ്യിൽ കൊടുത്താലും അവൾ നല്ല കറക്റ്റായിട്ട് അത് റോഡ് ബാലൻസ് ചെയ്ത് ഓട്ടിച്ച് കൈകാര്യം ചെയ്ത് പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇത്രയും ഭംഗിയായിട്ട് ക്ലാസ് കൊടുത്തു. ഓക്കെ, താങ്ക് യു.